بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة صدق الله مولانا العظيم اطلع الله على أهل بدر فقال اعملوا ما شئتم فقد غفرت لكم صدق رسول الله صلى الله عليه ഒരു നാൾ നബിയോട് ഓതി ജിബീരിലും ഉങ്കൾ വിചാരം ഇവരെ കൊണ്ടെന്താമേ ഉര കേട്ട് തോഹ ജവാബൻ സഹാബികൾ ഒക്കെയിൽ പോരീശ പെറ്റോരിവരാമേ ഇവരണ്ട് കേട്ടപ്പോൾ റൂഹുൽ അമീനായോർ ഇപ്പോലെ ആകും പെരിയവൻ വക്കലും അവരെ ഇടയിൽ ഇറങ്ങിയ അംലാക്കം ആകെ മലായിക്കിൽ പോരീശ എന്നോവർ മുഹമ്മദ് മുഹമ്മദ് ബദർമാരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദർ അനുസ്മരണം എപ്പോഴും എന്നും വേണ്ടതാണ്. എപ്പോഴെങ്കിലും ഒരിക്കലല്ല, മറിച്ച് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് വിളിച്ചു പറയുന്നു, എല്ലാ മുഅ്മിനുകൾക്കും ബാധക, അൻ അഖ്രിജ് ഖൗമക മിനൽ-ളുലുമാതി ഇലൻ-നൂർ. കുഫ്രിയത്തിൻ്റെ, വലാലത്തിൻ്റെ, ജഹാലത്തിൻ്റെ, ളുൽമുകളുടെ എന്തൊക്കെ അന്ധകാരങ്ങളുണ്ടോ ആ അന്ധകാരത്തിൽ നിന്ന് മുഴുവനും മനുഷ്യ സമൂഹത്തെ, അള്ളാഹുവിൻ്റെ അടിയാറുകളെ പുറപ്പെടുവിക്കാനുള്ള ഓർഡർ മിനൽ-ളുലുമാതി, എവിടേക്ക് പുറപ്പെടുവിക്കണം? മിനൻ-നൂർ, ഹിദായത്തിൻ്റെ, ഈമാനിൻ്റെ, തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക്, കുഫറിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, ജഹാലത്തിൽ നിന്നുള്ള, ഇരുട്ടിൽ നിന്നുള്ള വെളിച്ചത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെ പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് പറയാ, എന്താ പണി? വദക്കിർഹും ബി അയ്യാമില്ലാഹ്. അവിടെ നമ്മളെ വിഷയം വദക്കിർഹും ബി അയ്യാമില്ലാഹ്. കൊല്ലത്തിലൊരുക്ക പോരാ. വദക്കിർഹും, എല്ലാ ദീനീ ദഅവത്ത് നടത്തുന്നവരോടുള്ള കൽപ്പന. ജനങ്ങളെ, അള്ളാഹുവിൻ്റെ അടിയാറുകളെ നിങ്ങൾ നിരന്തരം ഉത്ബുദ്ധരാക്കിക്കൊണ്ടിരിക്കണം, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം, അനുസ്മരിപ്പിച്ചു കൊണ്ടിരിക്കണം. ബി അയ്യാമില്ലാഹ്. അള്ളാഹുവിൻ്റെ അയ്യാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്ത് ലഭിച്ച ദിവസവും കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ട ദിവസവും, രണ്ടിനും അയ്യാമുല്ലാഹ് എന്നാണ് പറയുക. ഉദാഹരണം പറഞ്ഞാൽ, ബദർ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ചെയ്ത ഏറ്റവും വലിയ നിഅമത്തിൻ്റെ ദിവസമാണ്. യൗമുൽ ഫുർഖാൻ, യൗമുൽ തഖൽ ജമ്മാൻ. ഹക്ക് ബാത്തിലിൻ്റെ ഇടയിൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ബുദ്ധിജീവികൾക്ക് മുഴുവനും എവിടെയാണ് ഹക്ക്, എവിടെയാണ് ബാത്തില് എന്ന് സൂര്യപ്രകാശം പോലെ തെളിയിച്ചു കൊടുത്ത പരിശുദ്ധമായ ഹക്ക് ബാത്തിൽ വേർതിരിച്ച ഫുർഖാനിൻ്റെ ദിവസം, യൗമുൽ തഖൽ ജമ്ആൻ. തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും, വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും രണ്ട് ശക്തികൾ തമ്മിൽ ബലാബലം പരിശോധിച്ചുകൊണ്ട് ഏറ്റുമുട്ടിയ ഹക്ക് ബാത്തിലിനെ വേർതിരിച്ച മഹത്തായ യൗമുൽ ഫുർഖാൻ അള്ളാഹു ഈ ഉമ്മത്തിന് ചെയ്തു തന്ന, ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മുഴുവൻ മുഅ്മിനായ ആണുപെണ്ണുങ്ങൾക്കും കടപ്പാടുള്ള ബദരീങ്ങൾ. ആ ബദരീങ്ങളില്ലായിരുന്നു എങ്കിൽ, അവരൊന്നും പടവെട്ടി വിജയിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ എടുത്തു പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഉസാബ, ഈ ചെറുസംഘമെങ്ങാനും ഇവിടെ വെച്ച് നാശപ്പെട്ടു പോയാൽ, പരാജിതനായിപ്പോയാൽ, നശിച്ചു പോയാൽ, ലൻ തുഅബദ് ഫിൽ അർള്, ലോകരക്ഷിതാവായ റബ്ബിൻ്റെ മുമ്പിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുറന്ന് പറഞ്ഞ സത്യമാണത്.
ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഇനി ഒരാൾ അല്ലാഹു റബ്ബിന്റെ മുന്നിൽ തൗഹീദ് വിശ്വസിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ ലോകത്തുണ്ടാവില്ല. ഈ ചെറുസംഘമെങ്ങാനും ഇവിടെ വെച്ച് നശിച്ചു പോയാൽ ലോകം അവസാനിക്കുന്നത് വരെ ഈ ലോകത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഒരു മുഅ്മിൻ, ഒരു മുവഹിദ് ഈ ലോകത്തുണ്ടാവില്ല. അവർ ചെയ്ത സേവനം അതാണ് ഖിയാമത്ത് നാൾ വരെ മശ്രിഖ് മഗ്രിബിടയിലുള്ള ജിന്ന് ഇൻസ് എന്ന് പറയുന്ന രണ്ട് വിഭാഗം അള്ളാഹുവിനെ വിശ്വസിച്ച് തൗഹീദ് ഉൾക്കൊണ്ട് അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവനും ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ ക്രെഡിറ്റിൽ എഴുതി ചേർക്കേണ്ടതാണ്. അവരന്ന് വിജയിച്ചിരുന്നില്ല എങ്കിൽ ഇതിവിടെ നടക്കൂലായിരുന്നു. നമ്മളല്ല പറയുന്നത്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവരുടെ അന്നത്തെ ആ സേവനമാണ് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനുകളും മുഅ്മിനാത്തുകളും ലോകത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതും അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിച്ച് അമൽ ചെയ്ത് ജീവിച്ച് നാളെ പരലോകത്ത് സ്വർഗം നേടുന്നതും ഇവരുടെ സേവനത്തിൻ്റെ അഡ്രസ്സിലാണ്. അതിനെ പിന്തുടർന്നുകൊണ്ടാണെങ്കിൽ അവരോടുള്ള കടപ്പാട് എത്രയായിരിക്കും. അതുകൊണ്ട് വദക്കിർഹും ബി അയ്യാമില്ലാഹ്, എടുത്തു പറയണോ? അനുസ്മരണം വേണോ? എന്തനുസ്മരണം? നമ്മളൊക്കെ എവിടെയെങ്കിലും എത്തിയോ അനുസ്മരണം? അനുസ്മരണം എപ്പോഴും വേണം. അവരെ ഓർത്തുകൊണ്ടിരിക്കണം. മരിക്കാൻ ഒരു തത്വമുണ്ട് പൊതുവിൽ, ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു തത്വം. മരിക്കാൻ തയ്യാറുള്ളവനെ ജീവിക്കാൻ അർഹതയുള്ളൂ. മരിക്കാൻ തയ്യാറുള്ളവനെ ജീവിക്കാൻ അർഹതയുള്ളൂ. ജീവിക്കാൻ കൊതിക്കുന്നവന് യഥാർത്ഥത്തിൽ ജീവിക്കാൻ അർഹതയില്ല. അതാണ് യഥാർത്ഥത്തിൽ ബദറിലുണ്ടായത്. എന്നല്ല, സ്വഹാബാക്കളുടെ എല്ലാ ജിഹാദുകളിലും തെളിഞ്ഞു കാണുന്നൊരു സത്യം, പേർഷ്യ സാമ്രാജ്യത്തിൽ പടപൊരുതാൻ വന്ന ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോട് പേർഷ്യ സാമ്രാജ്യത്തിലെ മഹാസൈന്യാധിപൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിന് വന്നതാണ്? ഷെയൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള പ്രൗഢിയും പ്രതാപവും ശക്തിയും ബാഹ്യമായ സായുധ പിമ്പലമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ജിത്തു ബിരിജാലിൻ യുഹിബ്ബൂനൽ മൗത കമാ തുഹിബ്ബൂനൽ ഖംർ. മദ്യത്തിന് അഡിക്റ്റായി മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത നിങ്ങളുടെ ആളുകളിലെ അവർ മദ്യത്തെ എങ്ങനെ കൊതിക്കുന്നോ അതിലേറെ എൻ്റെ പടയാളികൾ മരണത്തെ കൊതിച്ചുകൊണ്ടാണ് വന്നത്. ഇവരാരും വീട്ടിലേക്ക് തിരിച്ചു പോരാൻ വന്നവരല്ല, ഭാര്യയും മക്കളെയും കാണാൻ വേണ്ടി പോകാൻ വന്നവരല്ല. അവർ മറിച്ച് അള്ളാഹുവിൻ്റെ തിരുമുമ്പിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു കവാടമാണിതെന്നും ഈ കവാടത്തിലൂടെ കടന്ന് അള്ളാഹുവിൻ്റെ തിരുമുമ്പിൽ നിത്യജീവൻ നേടണമെന്നും കരുതി മരിക്കാൻ വന്നവരാണ്. ചർച്ച ഇങ്ങനെ പോകുന്നതിന് ശേഷം ഈ സൈനിക കമാൻഡർ അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകളെ വിളിച്ച് മീറ്റിംഗ് കൂടിയിട്ട് ചർച്ച ചെയ്തപ്പോൾ പറയാം, നമ്മൾ നല്ല കാര്യം എന്താണെന്നറിയോ, അവരെ പേരും പേടിയും പ്രശസ്തിയൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മുഖത്ത് നോക്കിയാൽ കാണുന്ന ഇസ്സത്തുണ്ടല്ലോ, ആ ഇസ്സത്തിൻ്റെ മുന്നിൽ പേർഷ്യ സാമ്രാജ്യം ഇന്നും നാളെയുമായി കിടകിട വിറച്ച് അവരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും. മാനം കാത്ത് ജീവിക്കണമെങ്കിൽ ആ പ്രസ്ഥാനം സ്വീകരിക്കുന്നതാണ് നമുക്ക് ഖൈർ. പക്ഷേ ദുനിയാവിൽ മതിമറന്നുപോയ പേർഷ്യക്കാർ അദ്ദേഹത്തിൽ നിന്നത് സ്വീകരിച്ചില്ല. ഇതാണ് യഥാർത്ഥത്തിൽ മരിക്കാൻ ആര് തയ്യാറുണ്ടോ ആഖിർ സമാനിലും ഉമ്മത്തിന് വരുന്ന ദോഷങ്ങൾ. യൂഷിക്കു അൻ തദാഅ അലൈക്കുമുൽ ഉമമു കമാ തദാഅൽ അകലതു ഇലാ ഖസ്അതിഹാ. ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്,
ലോകത്തുള്ള വ്യത്യസ്ത ചിന്താഗതിക്കാരും വ്യത്യസ്ത മതക്കാരുമായ സമൂഹങ്ങളെല്ലാം കൂടി ഒറ്റക്കെട്ടായി ഒന്നിച്ച് ഈ സമുദായത്തെ ഈ ഭൂമി ലോകത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പരസ്പരം വിളിച്ചുകൂട്ടി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ സമുദായത്തിൻ്റെ ഉന്മൂലനാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു കാലം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അതെന്താ അങ്ങനെ? എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി കൂട്ടമായി ഈ സമുദായത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഒത്തൊരുമിച്ച് വരാൻ കാരണം എന്താ? നമ്മൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ? അല്ലല്ല, വലാകിന്നകും കസീർ, ധാരാളമുണ്ട്. 250 കോടി കൂടുതലാണ് ഇന്ന് ലോകത്ത് മുസ്ലിമുകൾ. പല പ്രസ്ഥാനങ്ങളാണെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന മുസ്ലിംകൾ എന്ന് പറയാൻ പറ്റുന്ന 250 കോടിയുടെ മേലെയുണ്ട് മുസ്ലിം ലോകത്ത്, ഇന്ന് ലോകത്ത്. പക്ഷെ എന്താ കാര്യം? വലാകിന്നഹും ഗുസാലുൻ കഗുസാലിസ് സൈൽ, വെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചപ്പ് ചവറുകളെ പോലെ അത്രയും കനമില്ലാത്ത ഉൾക്കാമ്പില്ലാത്ത വെറും ബാഹ്യരൂപങ്ങളായി മാറിയിരിക്കുന്നു. എന്താ കേട്? കേട് വേറെയൊന്നുമല്ല, ഉൽഖിയ അലൈഹിമുൽ വഹൻ, അവർക്ക് വഹന് എന്ന് പറയുന്ന ഒരു രോഗം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടാവും. എന്താണ് വഹന്? ഖാലു വമൽ വഹനു യാ റസൂലല്ലാഹ്, മഹാസംഖ്യയുണ്ടായിട്ട് കോടികളുണ്ടായിട്ട് എന്തുകൊണ്ട് എല്ലാവരും കൂടി ഈ ലോകത്ത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി വരുന്നു? കാരണം ആളെണ്ണം കുറഞ്ഞത് കൊണ്ടല്ലല്ലോ, വഹനിട്ട് കൊടുത്തത് കൊണ്ടാണ്. എന്താണ് ഈ വഹന് എന്ന് ചോദിച്ചപ്പോൾ ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. പണ്ട് പേർഷ്യക്കാരൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു സഹാബത്തിന് മുന്നിൽ? എണ്ണയില്ലാഞ്ഞിട്ടല്ല, ആയുധമില്ലാഞ്ഞിട്ടല്ല, അധികാരമില്ലാഞ്ഞിട്ടല്ല, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ജീവിക്കാൻ കൊതിയായി, മരിക്കാൻ പേടിയായി, അവർക്ക് ജീവിക്കാൻ അർഹതയില്ല. അതേ സമയത്ത് ന്യൂനപക്ഷമായ വളരെ പാവപ്പെട്ടവരായ മുസ്ലിം സമൂഹം അവരുടെ മുന്നിൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി പറത്തി. എന്തായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്? അവർ മരണത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മൾ 5 വക്തും തക്ബീർ കെട്ടിയിട്ട് വജ്ജത്തോതും പറഞ്ഞ മഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ജീവിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, മരിക്കേണ്ടി വരുമ്പോൾ അള്ളാഹുവിന് വേണ്ടി മരിക്കുക. ഈ സന്നദ്ധത ആരുടെ കയ്യിൽ എപ്പോഴുണ്ടോ അത് വായിൽ നമ്മളൊക്കെ ചെല്ലുന്നുണ്ട്, പക്ഷെ നമ്മളെ കൽബിലേക്ക് അതിറങ്ങുന്നില്ല. നമ്മുടെ കൽബിലേക്ക് അതിറങ്ങുന്നില്ല. നമ്മൾക്ക് മരിക്കാൻ പേടിയാണ്, നമുക്ക് ജീവിക്കാൻ ആഗ്രഹമാണ്, ആശയാണ്. ഇവിടെ യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ ബദറിൽ എന്തുമാത്രം അന്തരമുണ്ടായിരുന്നു ആ 2 സൈന്യങ്ങളും. നമുക്കൊക്കെ അറിയാമല്ലോ. നമ്മൾ തന്നെ ഇപ്പോൾ 2 ദിവസം മുമ്പ് കഴിഞ്ഞ എന്താഴ്ച, ഞായറാഴ്ച അല്ലേ, ഈ ഞായറാഴ്ച സുബഹി മുതൽ രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെ ബദർ പാടിയും പറഞ്ഞും ആസ്വദിച്ചു. അതൊന്നും ഏറെയല്ല, എത്ര ചെയ്താലും പോരാ. കാരണം എന്താ? വദക്കിർഹും ബി അയ്യാമില്ലാഹ്, വദക്കിർഹും ബി അയ്യാമില്ലാഹ്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നടന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ നിഅമത്തുകൾ കിട്ടിയ ആ 2ഉം നിരന്തരം ഈ സമുദായത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്താണ്? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. അയ്യാമുള്ള കൊണ്ട് ഉത്ബോധനപ്പെടുത്തുമ്പോൾ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. കഠിനമായ പരീക്ഷണങ്ങളും തിരിച്ചടികളും പരാജയങ്ങളും കൊണ്ട് വേവലാതി പൂണ്ട അവസ്ഥയെ നിരന്തരം ഓർമ്മിപ്പിക്കുമ്പോൾ ക്ഷമിക്കാൻ സമുദായത്തെ അത് സജ്ജരാക്കും.
ക്ഷമയില്ലാതെ മുന്നോട്ട് പോകാൻ ഒരു പ്രസ്ഥാനത്തിനും വിജയിക്കാൻ കഴിയില്ല. ഈ ക്ഷമയിലേക്ക് പ്രചോദനമാവുന്നത് അള്ളാഹുവിൻ്റെ അയ്യാമുള്ളയിൽ ഉഹദിൽ എന്ത് സംഭവിച്ചു? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അതുകൊണ്ട് വേറൊരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു വേറെ വിഷയം. പക്ഷേ ബാഹ്യമായ ഒരു ഇടവേളയിൽ എന്തൊക്കെ സംഭവിച്ചു? ബഹുമാനപ്പെട്ട 70 സഹാബത്ത് നിഷ്ഠൂരമായി വധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, കയ്യും കാലും മുറിച്ചു, കണ്ണു ചൂന്ന് മൂക്ക് മുറിച്ച്, നെഞ്ഞു കുത്തിക്കേറി കള്ള് വറുത്തിട്ട് അംഗഭംഗം ചെയ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധരായ 70 സഹാബാക്കൾ രക്തസാക്ഷിത്വം വഹിച്ചു. അതിലേറെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട പിതൃവ്യൻ അബ്ബാസ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കരള് മാന്തി പുറത്തെടുത്ത് കടിച്ച് ചവച്ച് പുറത്തേക്ക് തുപ്പി. അതൊക്കെ സഹിക്കാമായിരുന്നു. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുമ്പല്ല് ഷഹീദായി. ഈ ലോകം നശിക്കുന്നതിനെക്കാട്ടും വലുതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തിൻ്റെ ഖേദഭൂതനാണ്, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സയ്യിദാണ്. അങ്ങനെയുള്ള അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പല്ല് പൊട്ടിത്തെറിച്ചു പോയി. തീർന്നില്ല, ശത്രുവിൻ്റെ പ്രഹരമേറ്റ് പടത്തൊപ്പി പൊട്ടി. ആ പടത്തൊപ്പിയുടെ കണ്ണി, ഇരുമ്പ് കണ്ണി, അവിടുത്തെ ഷറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിൽ തറച്ചു കയറി. 2 എണ്ണം, 1 അല്ല 2 കണ്ണികൾ തറച്ചു കയറി. അത് പറിച്ചെടുക്കാൻ പെട്ട പാട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ശ്രമിച്ചപ്പോൾ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖേ, എല്ലാം നിങ്ങളാ കൊണ്ടുവന്നത്, ഇതെനിക്ക് തരി, ഇങ്ങനൊരു ചാൻസ് എനിക്ക് വേണം, ഒന്ന് ദയവ് ചെയ്ത് എനിക്ക് തരി, അത് ഞാൻ പറിച്ചെടുക്കാം. കൈകൊണ്ട് പറിക്കാൻ കഴിയില്ല. മുട്ടുകുത്തി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടുത്തെ മുമ്പല്ല് കൊണ്ട് പതുക്കെ കടിച്ച് വലിച്ചെടുത്തു. ഒരു മുമ്പല്ല് തെറിച്ചുപോയി, പറയല്ല തെറിച്ചുപോയി. അപ്പോൾ എത്ര ആഴത്തിൽ ആ നെറ്റിത്തടത്തിൽ ആ ഇരുമ്പ് കണ്ണി തറച്ചിറങ്ങിയിട്ടുണ്ടാവും. തൻ്റെ പല്ല് പോയത് കണ്ടപ്പം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബൂ ഉബൈദത്തെ ഇനി 2 ഞാൻ എടുത്തോളാം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖായി പറയല്ലേ, എല്ലാം നിങ്ങളാ നേടുന്നത്, ഞമ്മക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ, അത് ഞാൻ തന്നെ എടുക്കും. ഒരു പല്ല് പോയിട്ട് അവർക്കത് പ്രശ്നമില്ല. 2ാമത്തെ കണ്ണി 2ാമത് കടിച്ച് പതുക്കെ 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 കടിച്ച് വലിച്ച് പുറത്ത് വരുമ്പോൾ 2ാമത്തെ പല്ലും തെറിച്ചു പോയി. അബൂ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ 2 പല്ല് നഷ്ടപ്പെടാൻ കാരണമാകുമാർ അത്രയും ആഴത്തിൽ ആ ഷറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിൽ ഇരുമ്പ് കണ്ണികൾ തറച്ചു കയറി. തീർന്നില്ല, ഇവർ ചതിക്കുഴി കുഴിച്ചു വെച്ചതിൽ വീണ് ശരീരം മുഴുവനും പോറലേറ്റു. ശരീരത്തിൽ നിന്ന് മുഴുവനും രക്തമൊലിക്കുകയാണ്. ആ രക്തം ദേഹത്ത് പുരട്ടിയിട്ട് താഴെ ഒലിക്കാനയക്കാതെ നിൽക്കാൻ കാരണം എന്താ അറിയോ? താഴെ എങ്ങാനും ഒരിറ്റു രക്തം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധ രക്തം ഈ മണ്ണിൽ വീണാൽ അപ്പോൾ അള്ളാഹിൻ്റെ അദാബ് ഇറങ്ങും. അടുത്ത സെക്കൻഡിന് ബാക്കി കാത്തുക്കൂല. അതുകൊണ്ട് ഈ ഉമ്മത്തിന് ഞാൻ കാരണം ഒരു ആഫത്ത് വരരുത് എന്ന നിലക്ക് ഒലിച്ചിറങ്ങുന്ന രക്തം ദേഹത്ത് തന്നെ പുരട്ടിയായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലും വലിയ മുസീബത്ത് എന്താ വരാനുള്ളത്? വദക്കിറുഹും ബി അയ്യാമില്ലാഹ്, അയ്യാമുല്ലാഹ് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തണം. ഇനി ഹുനൈനിൽ പോയി 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 15 ദിവസം മുമ്പ് മക്കാ വിജയമെന്ന് പറയുന്ന തുല്യതയില്ലാത്ത അറബി ലോകത്തിൻ്റെ താക്കോൽ കൂട്ടം കയ്യിലേറ്റെടുത്ത, അറബി ലോകത്തിൻ്റെ ആധിപത്യം തൻ്റെ കയ്യിലാണെന്ന് ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിച്ച, മക്കം ഫതഹാവുന്ന മഹത്തായ നിഅമത്തിൻ്റെ 2 ആഴ്ച കഴിയുമ്പോഴാണ് ഹുനൈനിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 12,000 സൈന്യവും ചെല്ലുമ്പോൾ അണി നിൽക്കാനോ സ്വന്തം കയ്യിൽ ആയുധം ഊരാനോ പോലുള്ള സാവകാശം കിട്ടിയില്ല.
വഴിയിൽ വെച്ച് തന്നെ ശത്രുക്കളുടെ അപ്രതീക്ഷിതമായ അസ്ത്രമഭ്യാസം കൊണ്ട് അസ്ത്രമെഴുത്ത് അമ്പെഴുത്ത് കൊണ്ടിട്ട് നിവൃത്തിയില്ലാതെ 30,000 വരുന്ന ഹവാസിനുകാരും സഖീഫുകാരുമാവുന്ന സൈന്യം ഒരേ അമ്പിൽ നിന്നതുപോലെ 30,000 ആളുകൾ ഒന്നിച്ച് മഴ വർഷിക്കുന്നത് പോലെ അമ്പുകൾ വന്ന് വീഴാൻ തുടങ്ങി. തുരുതുര എന്ത് ചെയ്യണമെന്നറിയാതെ 12,000 വരുന്ന സഹാബത്തിൽ 80 ചില്ലാനം ആളുകൾ 100 താഴെയുള്ള ആളൊഴിച്ച് ബാക്കി മുഴുവനും കളം വിട്ടോടി. ഒരു വേള ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടുചാരത്ത് സ്വന്തം മേളാപ്പ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹും മൂത്താപ്പാൻ്റെ മകനായിരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, മറ്റേ അബൂ സുഫിയാൻ അല്ല, അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു, അബൂ സുഫിയാൻ ബിൻ ഹാരിസ്, ഈ രണ്ടാളല്ലാതെ 12,000 ആളുമായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വേറെ ആരുമില്ലാത്തൊരവസ്ഥ വന്നു. വദക്കിറുഹും ബിഅയ്യാമില്ലാ, അതൊക്കെ മനക്കരുത്തോടുകൂടി പതറാത്ത പാദങ്ങളോടുകൂടി ഉറച്ച കാൽവെപ്പോടുകൂടി മുന്നോട്ട് ധീരമായി നയിക്കാൻ തങ്ങൾ തയ്യാറാവുകയും സഹാബത്ത് അതിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ ചരിത്രത്തിൻ്റെ ഗതി മാറ്റി എഴുതാൻ സാധിച്ചു. അതാ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലികുല്ലി സബ്ബാരിൻ. കടുത്ത പരീക്ഷണങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും തേടുമ്പോൾ അത് നിരന്തരം ഈ സമുദായത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം, നിരന്തരം ഓർമ്മപ്പെടുത്തണം, അനുസ്മരിക്കണം. ബദ്ർ മാത്രം അനുസ്മരിച്ചാൽ പോരാ, ഉഹദ് അനുസ്മരിക്കണം. ഫത്ഹ് മക്ക മാത്രം അനുസ്മരിച്ചാൽ പോരാ, ഹുനൈനും അനുസ്മരിക്കണം, രണ്ടും അനുസ്മരിക്കണം. കുല്ലി സബ്ബാരിൻ ഷക്കൂർ, നിഅമത്തുകൾ കിട്ടിയ ബദ്ർ അനുസ്മരിക്കുമ്പോൾ, മക്കം ഫത്ഹ് അനുസ്മരിക്കുമ്പോൾ അവിടെ ശുക്ർ ചെയ്യണം. അങ്ങനെ ധാരാളമായ ശുക്ർ ചെയ്യുന്നവർക്ക് പാഠമാണത്. മറ്റേത് സബ്ബാർ, കഠിനമായ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും കടുത്ത പരീക്ഷണങ്ങളും നേരിടുന്നിടത്ത് അത് അനുസ്മരിപ്പിച്ചു കൊണ്ടിരുന്നാൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്കതിൽ പാഠം ഉൾക്കൊള്ളാണ്ട്. അനുസ്മരണം എന്നത് അനിവാര്യമാണ്. നിഅമത്താണെങ്കിലും അനുസ്മരിക്കണം, നിഖ്മത്താണെങ്കിലും അനുസ്മരിക്കണം. ഈ ആയത്തിൻ്റെ ശേഷം വരുന്ന ആയത്തുകളിൽ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഇസ്രായേലിൽ അനുഭവിച്ച രണ്ടവസ്ഥയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവരെ ഉദ്ബോധിപ്പിക്കുന്നത്. ഫറഔൻ്റെ കയ്യിൽ നിന്നിട്ട് നേരിട്ട കടുത്ത പരീക്ഷണങ്ങളും ആ മക്കളെ അറകൊല ചെയ്യലും കൊല്ലങ്ങളോളം അടിമവേല അടിച്ചമർത്തി ചെയ്തതും ഒക്കെ പറഞ്ഞതിൻ്റെ പുറമെ ഫറോവയെയും കിങ്കരന്മാരെയും അവരുടെ കണ്ണു മുന്നിൽ വെച്ച് കൽസൂം സമുദ്രത്തിൽ മുക്കി ഹലാക്കാക്കിയ കാര്യം ഉൾപ്പെടെ രണ്ടും ഒരേ സമയത്ത് നിഅമത്തും നിഖ്മത്തും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഉത്ബോധനം നടത്തുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹിം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലന്നൂർ ബിഇദ്നി റബ്ബിഹിം. അതാണ് ദഅവത്ത്. ളുലുമാത്തുകളിൽ നിന്നിട്ട് തൗഹീദിൻ്റെ, ഈമാനിൻ്റെ, ഇൽമിൻ്റെ ആ നൂറിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നതാണ് ദഅവാ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. അതിന് ഈ രണ്ട് അനുസ്മരണങ്ങൾ അനിവാര്യമാണ് എന്ന് ഖുർആനു ശരീഫ് നമ്മളോട് പറയുമ്പോൾ ബദറും ഉഹദും ഫത്ഹ് മക്കയും ഹുനൈനും നമ്മൾ നിരന്തരം അനുസ്മരിച്ചു കൊണ്ടിരിക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടായ മഹാന്മാരെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് അതിലൂടെയാണ് നമ്മുടെ മനസ്സിലെ ഈമാനിന് വെളിച്ചം കിട്ടുന്നത്. അതിൽ ഒന്നാമത്തെ സംഭവമാണ് യൗമുൽ ഫുർഖാനാവുന്ന ബദർ. അതുകൊണ്ട് ബദർ മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ എല്ലാ മഹാന്മാരെയും അനുസ്മരിക്കണം. എല്ലാ മഹത്തായിരിക്കുന്ന നേട്ടങ്ങളെയും കോട്ടങ്ങളെയും അനുസ്മരിക്കണം. പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പന്തിയിൽ ഒന്നാമതായി ഈ സമുദായത്തിന് അഡ്രസ്സ് ഉണ്ടാക്കി തന്ന, നിലനിൽപ്പുണ്ടാക്കി തന്ന, എഴുതി തള്ളാൻ പറ്റുന്നതല്ല എന്ന് പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ യൗമ്, അയ്യാമുള്ളയിൽപ്പെട്ട ഒന്നാമത്തെ യൗമ് ബദറുൽ കുബ്ര നടന്ന, അല്ലെങ്കിൽ ബദറുൽ ഉളുമ നടന്ന മഹത്തായ യൗമുൽ ഫുർഖാൻ. ആ യൗമുൽ ഫുർഖാനാണ് നമ്മളെ സംബന്ധിച്ച് നാളെ വരുന്നത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്നാണ്, നമ്മളെ സംബന്ധിച്ച് നാളെ. ഈ യൗമുൽ ഫുർഖാനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമ്മളിന്ന് എവിടെയാണുള്ളത്?
നമുക്ക് പണമില്ലേ, അധികാരമില്ലേ, അംഗസംഖ്യയില്ലേ? എന്തിൻ്റെ കുറവാണ് നമുക്ക്? ഒറ്റൊന്നിൻ്റെ കുറവ്. സഹാബാക്കളുടെ കൈവശമുണ്ടായിരുന്ന മരിക്കാനുള്ള ആഗ്രഹം, അതിനുള്ള സന്നദ്ധത, അതിന് നമുക്ക് പോയി. നമുക്കിവിടെ ജീവിക്കണം, നമുക്കിവിടെ സമ്പാദിക്കണം, നമുക്കിവിടെ സുഖിക്കണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ജീവിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടുകയാണ്. അത് നമ്മൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വരുന്നത് നമുക്കിവിടെ ജീവിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടുക. ഇന്ന് ലോകത്ത് വെറുക്കപ്പെട്ട ഒരു സമൂഹമായി ഈ സമുദായം മാറിയോ എന്ന് പേടിക്കേണ്ടിയിരിക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ട സാഹചര്യം വിശദമായി ചരിത്രമൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ട സാഹചര്യം നമ്മളൊക്കെ കേൾക്കലുണ്ടല്ലോ, ചരിത്രത്തിലും കാണാം. എന്താ? അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ 1000 ഒട്ടകങ്ങൾക്ക് വഹിക്കുന്ന ചരക്ക് സാധനങ്ങളുമായി കേവലം 70 ആളുകൾ മാത്രമുള്ള ഒരു കച്ചവട സംഘം ഷാമിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കച്ചവട സംഘം ഷാമിൽ പോവരുത്, എന്താ കാരണം? ഒരു കച്ചവടം ചെയ്ത് നമുക്കെന്താ അതല്ല വിഷയം. ഈ കച്ചവടം ഒരു പ്രത്യേക കച്ചവടം. ഷെയർ മാർക്കറ്റിൽ മക്കയിൽ ഒരു മിസ്കാലെങ്കിലും, അങ്ങനെ പറഞ്ഞു, ഒരു മിസ്കാലെങ്കിലും മുടക്കാൻ കഴിയുന്ന മക്കക്കാരാവുന്ന മുഴുവൻ അറബികളും അവരുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം കൊടുത്തുകൊണ്ട് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ 70 അംഗ സംഘത്തിൻ്റെ കൂടെ അയക്കുന്നു. അങ്ങനെ വലിയവർ വലിയ കണക്കും ചെറിയവർ ചെറിയ കണക്കും എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടുകച്ചവടം. എന്താ ലക്ഷ്യം എന്നറിയോ? ഈ കച്ചവടം ഷാമിൽ പോയി തിരിച്ചു വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒന്നിനൊന്ന് ലാഭം കിട്ടും. ഈ ലാഭസംഖ്യ മുഴുവനും മക്കയുടെ രാജ്യരക്ഷ എന്ന് അവർ വിചാരിക്കുന്ന മക്കയുടെ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുക. മുടക്ക് മുതൽ മാത്രം ഓർക്ക് തിരിച്ചു കൊടുക്കുക. അപ്പം എന്തായി? സംഭാവന ചെയ്ത് യുദ്ധം നടക്കണം, അതിന് വേണ്ട സാമ്പത്തികമായ സ്രോതസ് അവരൊരുമിച്ച് കിട്ടുക. എന്നാൽ കയ്യിൽ നിന്ന് കാശോട്ട് പോകാനും പാടില്ല. സംഭാവന കൊടുത്താൽ അതാണ് പോവുകയല്ലേ. നമ്മൾ വിശ്വസിക്കുമ്പോൾ ആഖിറത്ത് കൂലിട്ടുന്നതിൽ വിശ്വസിക്കുന്നില്ലല്ലോ. അവർ ആഖിറത്ത് കൂലിട്ടാനാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് കൂലിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയ ഒന്നിന് 10 കിട്ടും. അതിന് 70, 700, 70,000 ഒക്കെ കിട്ടും ഒന്നിന്. പക്ഷേ ഇത് ആഖിറത്തിൽ വിശ്വസിക്കുന്നവർക്കല്ലേ. ഇവരങ്ങനെ ഒരു ആഖിറത്ത് തന്നെ വിശ്വസിക്കുന്നില്ല. അവർ ചിലവാക്കുന്നതിന് അവർക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാനാണ്, ഇവിടെയുള്ള ശത്രുക്കളെ പേടിപ്പിക്കാനാണ്, ശത്രുക്കളെ പരാജയപ്പെടുത്താനാണ്. അങ്ങനെ അവർക്ക് സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ഇവിടെ ജീവിക്കണം. അപ്പോൾ അതിന് കീശേന്ന് കാശ് മുടക്കും വേണ്ട, എന്നാൽ സ്വന്തം കാശ് കൊണ്ട് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുക. അങ്ങനെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ പോയ ഈ സംഘം 50,000 സ്വർണ്ണ നാണയത്തിന് തുല്യമായ സംഖ്യ ഉണ്ടായിരുന്നു എന്നാണ് പറയും. 50,000 സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ 50,000 പവനേ. നിങ്ങളൊന്ന് എണ്ണി നോക്കിയാണ് ഇപ്പോഴത്തെ കണക്കിന് എത്ര കോടി ഉണ്ടാവുന്നു? 50,000 പവന്. അങ്ങനെ ബഹുകോടികൾ വരുന്ന, അന്നത്തെ വിലക്ക് 50,000 ദീനാറ് വരുന്ന കച്ചവട സംഘം പോകുന്നു. ഈ കച്ചവടത്തെ തടയണ്ടേ? ഈ കച്ചവടത്തെ തടയണോ? ഒരു കച്ചവടം ചെയ്ത് അരി വാങ്ങി കുട്ടികളെ പോറ്റുന്നതിനല്ലല്ലോ പതിവ് പോണത്. അതിനാണോ? അതിനല്ല പോണത്. എന്തിനാണ്? ഇതിൻ്റെ മുമ്പ് ചെറിയൊരു സംഭവം ഉണ്ടായിന്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 10 ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബത്നുൻ നഖ്ലയിലേക്ക് പറഞ്ഞയച്ചു. ത്വായിഫിൻ്റെയും മക്കയിൻ്റെ ഇടയിലുള്ള സ്ഥലമായി ബത്നുൻ നഖ്ല അറിയുന്നത്. ബത്നുൻ നഖ്ലയിലേക്ക് പറഞ്ഞയച്ച എന്തിനാണ്? ശത്രുക്കളുടെ ഖുറൈശികളുടെ നീക്കം മണത്തറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ശത്രുക്കളുടെ നീക്കം മണത്തറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് 10 ആളെ. പക്ഷേ 2 ഒട്ടകത്തിന് എന്തോ കേടുപറ്റി നടക്കാൻ വയ്യാതെ വീണുപോയി. അങ്ങനെ 8 ആളാണ് പോയത് ബത്നുൻ നഖ്ലയിൽ. ബത്നുൻ നഖ്ലയിലെത്തി അവർ ക്യാമ്പ് ചെയ്യുക റജബ് മാസത്തിൽ. ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
നബി തങ്ങൾ നീക്കം പഠിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, യുദ്ധം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുണ്ട് വലിയൊരു ചരക്കുമായിട്ട് 3 ആൾ മാത്രം. ആള് 3 ഉള്ളൂ. ഉണക്ക മുന്തിരി, ത്വായിഫിലുണ്ടാകുന്ന ഏറ്റവും വലിയ കൃഷി മുന്തിരിയാണ്. ഈ മുന്തിരി ഉണക്കി, ഈ ഉണക്ക മുന്തിരി മക്കയിലെത്തിയിട്ട് മക്കയുടെ കച്ചവടക്കാർക്ക് അത് മറച്ചു വിറ്റിട്ട് ഇത് കൊണ്ടുപോയിട്ടാണ് ഷാമിൽ വിൽക്കുന്നത്. അതിൽപ്പെട്ട ഒരു ചരക്ക്, പ്രധാനപ്പെട്ട ഒരു ചരക്ക് ത്വായിഫിലെ മുന്തിരിയാണ്. ഈ മുന്തിരിക്കെട്ടുകളുമായിട്ട് ഒട്ടകപ്പുറത്ത് മുന്തിരിക്കെട്ടും വെച്ചുകൊണ്ട് ഈ 3 ആള് വരുന്നുണ്ട്. ബദർ നഖ്ലയിൽ വെച്ചിട്ട് ഇവർ കണ്ടു. ഇവരിങ്ങനെ ചർച്ച ചെയ്തു, എന്താ നമ്മൾ വേണ്ടത്, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ജമാഅത്തുൽ ആഖിർ അവസാനത്തെ ദിവസമാണ്. റജബ് പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ള 2 കൗല. അപ്പോൾ ഇവർ പറഞ്ഞ് സംഗതി എന്തായാലും നാളെ നേരം പുലരാൻ കാത്തു നിന്നാൽ റജബാവും ഉറപ്പാണ്. റജബിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് പഴയ കാലത്തെ നിയമം. അപ്പോൾ നാളെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് മാസം ഉദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ജമാഅത്തുൽ ആഖിറാണ്, ഇന്നിപ്പോൾ നമുക്ക് യുദ്ധം ചെയ്യണതിന് കേടില്ല. ഇങ്ങനെ ഇവർ തമ്മിൽ ചർച്ചയായി അവസാനം വരുന്നിടത്ത് കാണാമെന്നുള്ളവർക്ക് ഇവരമ്പ് ചെയ്തു. സയ്യിദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ 8 അംഗ സംഘം അമ്പ് ചെയ്തു. അമ്പ് ചെയ്തപ്പോൾ അബ്ദുല്ലാഹിൽ അൽറമി എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചു. ഒരുത്തനെ ഇവർ ബലത്താൽ പിടിച്ചു കെട്ടി. ഒരാൾ ജീവനും കൊണ്ടോടി. ജീവനും കൊണ്ട് ഓടിയിട്ടെങ്കിൽ പ്രശ്നം ചെയ്യുന്നത് എന്താണ്ടായെന്ന് ആർക്കും അറിയില്ലല്ലോ. പിന്നെ ഈ ജീവനും കൊണ്ട് ഓടിയ ആൾ മക്കത്ത് എന്നിട്ട് പറഞ്ഞു, മുഹമ്മദിൻ്റെ ആളുകളുണ്ട് ബത്നഖലയിൽ, ഓര് വന്നിട്ട് നമ്മളെ അബ്ദുല്ലാഹിൽ അൽറമിനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്, വേറൊരുത്തനെ പിടിച്ച് കയ്യും കാലും കെട്ടിയിട്ട് ഒരു തടവുകാരനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓട്ടത്തിൻ്റെ ഊക്കുകൊണ്ട് രക്ഷപ്പെട്ട് കിട്ടിയതാണ്. ഞാൻ പണ്ട് പാച്ച് പറയും പോലെ പാച്ചിൻ്റെ ഊക്ക് പോലെയാണ് ആയുസിൻ്റെ നീട്ടം തന്നെ രാമദേവ മൂപ്പരെടുത്ത്, അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇതവരുടെ മനസ്സിലിങ്ങനെ നേറിപ്പോയ. പിന്നെ ഒരു കിംവദന്തിയാണ് പറിച്ചു, മുഹമ്മദും കൂട്ടരും ഇപ്പം നടക്കണ എന്തിനാണെന്നറിയോ, അള്ളാഹ് ഹറാമാക്കിയതൊക്കെ ഹലാലാക്കാൻ വേണ്ടിയിട്ട് നടക്കുക. റജബ് മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള അറിയാത്ത അറബി ഉണ്ടോ? എന്നിട്ട് റജബ് മാസത്തിലല്ലേ അബ്ദുല്ലാഹിൽ അൽറമിനെ കൊന്നത്. ഇവിടെ ഒരു ജമാഅത്തുൽ ആഖിർ അവസാനം എത്തിയാണ്ടാണ് അമ്പ് ചെയ്ത്. സംഗതി നിലാവ് കണ്ടിട്ട് ഇവർ കണ്ടിട്ടില്ല അത്ര കണ്ട് ഇന്നലത്തേക്ക് നിലാവ് കണ്ടാൽ അങ്ങനെ തോന്നി നമുക്കിപ്പോൾ. ഇന്നലത്തെ മിഞ്ഞാനത്തും ഒക്കെ നോക്കി ഞാൻ അതിനെപ്പറ്റി പറയല്ല, നമുക്ക് കാതയന്മാർ പറഞ്ഞതനുസരിച്ച് അമൽ ചെയ്യാനേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. ഇത് നോക്കിയിട്ട് തീരുമാനിക്കേണ്ട അധികാരമൊന്നും നമുക്കില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശ്നമാണ് ബദറിനെ ചൂടാക്കിയത്. അപ്പോൾ ഈ സംഭവത്തിന് ഇനി മദീനയോട് പകരം ചോദിച്ചിട്ട് തന്നെ വിഷയമുള്ളൂ. മദീനയോട് പകരം ചോദിച്ചിട്ടേ വിഷയമുള്ളൂ. അതിന് കാശ് വേണം. അതിനെടുത്തുകൂട്ടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അവർ പണക്കാരതിനനുസരിച്ചും പാവങ്ങൾ അതിനനുസരിച്ചും എത്ര ഒരു മിസ്കാരെങ്കിലും സഹായിക്കാൻ കഴിയുന്നൊരു ഒരു മിസ്കാരെങ്കിലും മുടക്കിയിട്ട് എല്ലാവരുടേതും കൂടി ഈ സ്വത്തുമായിട്ട് ഷാമിൽ പോയി തിരിച്ചു വന്നാൽ അതിൻ്റെ ലാഭം മുഴുവനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മദീനയിലുള്ള മുഅ്മിനുകളോടും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാണ്. അപ്പോൾ ഇത്ര ഭീമമായൊരു തുക 50,000 സ്വർണം കൊണ്ട് കച്ചവടം ചെയ്താൽ എന്തായാലും 1,00,000 ചുരുങ്ങിയത് കിട്ടും. അപ്പോൾ 50,000 ദീനാർ വില വരുന്ന രാജ്യരക്ഷാ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അത് അരി വാങ്ങാനുള്ള കച്ചവടമല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയല്ല, മറിച്ച് മദീനയോട് പകവീട്ടാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാൽ അതിന് ഇന്ധനം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ നിലപാട് എന്താ? ഇപ്പോഴത്തെയല്ല, കുറേ കാലം അതിനെ പോയി തുടങ്ങിയിട്ട്. അമേരിക്കക്ക് ഒരാൾ ഉറക്ക തുമ്പിയാൽ ഓനെതിരൊരു ഉപരോധം, ഒരുത്തന് നല്ല 3 വട്ടം വയറ്റുന്നു പോയാൽ ഓനെതിരൊരു ഉപരോധം, അനങ്ങണേനൊക്കെ ഉപരോധം, സാമ്പത്തിക ഉപരോധം. അതൊരു വലിയ ആയുധമായിട്ട് കൊടുക്കുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്കാലത്ത് സാമ്പത്തിക ഉപരോധമാണ് പ്രഖ്യാപിച്ചത്. മക്കക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ആവശ്യം സാമ്പത്തിക ഉപരോധമാണ്. അതിന് ധാരാളം ഒരു സംഭവമല്ല, ഒരുപാട് പ്രാവശ്യം വിവിധ സഹാബാക്കളുടെ നേതൃത്വത്തിൽ ശരീഅത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുണ്ട് ഇവരുടെ കച്ചവട നീക്കങ്ങൾ മുഴുവനും തടയുക എന്നുള്ള ആൾക്ക്. അങ്ങനെ കച്ചവട നീക്കങ്ങൾ തടയപ്പെട്ടാൽ
കച്ചവടം യഥാർത്ഥത്തിൽ നടക്കാതിരുന്നാൽ മക്ക പട്ടിണിയാവും. യുദ്ധം ചെയ്യാനല്ല, ജീവിക്കാൻ കഴിയില്ലവർക്ക്. മക്ക പട്ടിണിയാവും. അപ്പോൾ പിന്നെ മക്കം പട്ടിണിയായി കിടന്നാൽ പിന്നെ ഓൾക്ക് അഹങ്കാരമൊന്നും ഉണ്ടാവില്ല, വയറ് വിശക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പം അവരോട് ആയുധമെടുത്ത് പൊരുതുന്നതിനേക്കാൾ നല്ലത് സാമ്പത്തിക ഉപരോധമാണ് എന്ന് മനസ്സിലാക്കി രക്തച്ചൊരിച്ചിലില്ലാതെ ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള മൂർച്ചയേറിയ ആയുധം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ ഉശൈറയിൽ ഇന്നത്തെ ഈ മിസ്രിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഉശൈറ, യാമ്പുവിൻ്റെ തൊട്ടടുത്ത പ്രദേശം. ഈ ഉശൈറ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 350 സഹാബത്തും പുറപ്പെട്ടു. പക്ഷേ അള്ളാഹു ഇതിൻ്റെ പിന്നിൽ വേറെ ചില ഹിക്മത്തുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തുമാണ് എത്തുന്നതിന് മുമ്പ് അവർ കടന്നുപോയി, ഷാമിലേക്ക് പോയി. പോകുന്ന വഴിയിൽ തടയാനാണ് ഉദ്ദേശിച്ചിരുന്നത്, അവർ പോയി. എന്നാ വെറുതെ ആയോ തങ്ങളെ പോക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു യാത്രയും 27 ഗസ്വത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ 7 എണ്ണത്തിലെ യുദ്ധം നടന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ 8 എണ്ണത്തിൽ. അതിൻ്റെ അപ്പുറം ഒന്നും യുദ്ധം നടന്നിട്ടില്ല. പക്ഷേ പിന്നെ എന്തിനാ 27? ഓരോന്നും അർത്ഥവത്തായ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന യാത്രകളായിരുന്നു. ഉശൈറയുണ്ട് എന്താ ജയിച്ചെന്നറിയോ? ഉശൈറയെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽക്കാലം അവിടെ ക്യാമ്പ് ചെയ്ത് അതിൻ്റെ പരിസരത്തുള്ള ധാരാളം അറബി ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രത്തലവന്മാരെയും വിളിച്ചു വരുത്തി അവരുമായി കരാറുണ്ടാക്കി മദീനയുമായി സഹകരിക്കാനും ഖുറൈശികളുമായി അകന്നു നിൽക്കാനും. കാരണം ഖുറൈശികളുടെ കച്ചവടം കയ്യിലാണ് പോകുന്നത്. അവരുടെ സഹകരണം കിട്ടിയാൽ ഖുറൈശികൾക്ക് എപ്പോഴും സുരക്ഷിതത്വമാണ്. അത് വരാതിരിക്കാൻ വേണ്ടി അവരുമായി നബി തങ്ങൾ കരാറുണ്ടാക്കി മദീനയുമായി സഹകരിക്കാൻ. ഇപ്പം യുദ്ധം ചെയ്തതിനേക്കാൾ ലാഭം നബി തങ്ങൾക്ക് ഉശൈറ യുദ്ധം കൊണ്ടിട്ട് കിട്ടി. അതാ ഒസവത്തും ഉശൈറ എന്നാണ് ഞാൻ പറയാം. ഉശൈറയിൽ യുദ്ധം ചെയ്തിട്ടില്ല, യുദ്ധം ഉണ്ടായിട്ടുമില്ല, കാരണം ഇവർ നേരത്തെ പോയില്ലേ. അപ്പോൾ യാത്ര അതുപോലെ ബദ്ർ സുഹറുണ്ട്. ബദ്ർ സുഹറ അറിഞ്ഞതിൻ്റെ മുമ്പുള്ള അതാണ് അതിന് ബദ്ർ കുബ്ര അറിയുന്നത്. ബദ്ർ സുഹറ എന്ന് പറയുന്നത് ഇതിൻ്റെ 3 മാസം മുമ്പ് നടന്ന വേറെ സംഭവമാണ്. ഖുർസ് ബിൻ ഫിഹർ എന്ന് പറയുന്ന ഒരു പോക്കിരിയായ ഒരു ഗോത്രത്തലവനുണ്ടായിരുന്നു. ബദു തലവനാണ് ഖുർസ് ബിൻ ഫിഹർ. ഇയാൾ അറിയപ്പെട്ട പോക്കിരിയ. ഇയാളും 10ഓളം അനുയായികളും കൂടി രഹസ്യമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സക്കാത്തിൻ്റെ ഒട്ടകങ്ങൾ മേഴുന്നൊരു സ്ഥലമുണ്ട്, മദീനയുടെ അതിർത്തിൻ്റെ പുറത്ത്. അവിടെ വന്നിട്ട് ഈ ഒട്ടകത്തെ മേക്കുന്നവരെ കൊന്ന് ഒട്ടകത്തെ കൊള്ള ചെയ്തു പോയി. ഖുർസ് ബിൻ ഫിഹറിനെ തെരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 150 അംഗ സഹാബത്തിനെയും കൂട്ടി പുറപ്പെട്ടു. അങ്ങനെ പോയി അപ്പം മുമ്പ് തടിയെടുത്ത് പോയിണ്. ഖുർസും ആൾക്കാരും ഒട്ടകം കൊണ്ടുപോയി, അതിനെന്തായാലും കിട്ടൂല. പക്ഷേ ഇവരുടെ മെയിൻ റൂട്ട് ബദർ വഴിയാണ്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ബദറിലും പരിസരത്തിലുമുള്ള മുഴുവൻ ഗോത്രങ്ങളുമായി മദീനയോട് സഹകരണ കരാറുണ്ടാക്കി ഒപ്പിടിച്ചു. അവിടെ ഒരു യുദ്ധം നടന്നിട്ടില്ല. ബദർ സുഹറ കൊണ്ടുണ്ടായത് എന്താണ്? ബദറും പരിസര പ്രദേശങ്ങളിലുമുള്ള ഗോത്രങ്ങളൊക്കെ മദീനത്തിന് അനുകൂലാക്കിയത്, ഖുറൈശികൾക്ക് സഹകരണം ഇല്ലാതെ. അതുകൊണ്ട് ആ ബദർ വന്ന് ഒടുങ്ങിയപ്പം ഒരു ഇറ്റു വെള്ളം കൊടുക്കാനായിട്ട് ആരും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഓരോ കണക്കിന് എല്ലാ പിന്തുണയും അവർക്കാണ്ടാണ്ട്. പക്ഷേ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഇതിന് ബദർ സുഹറ എന്നാണ് പറയാം. അതിൻ്റെ ശേഷം 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ ബദറുൽ കുബ്ര നടക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടും ബദറിലായതുകൊണ്ട് ഒന്നിന് ബദർ സുഹറ എന്നും മറ്റേ ബദറുൽ കുബ്ര എന്ന്. ബദർ കുബ്രയിലെ യുദ്ധം നടന്നിട്ടുള്ളൂ. ഈ കഴിഞ്ഞ് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നു. പിന്നീട് അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചു വരുന്നുണ്ട്. എങ്ങനെയെന്നറിയോ? 1000 ഒട്ടകത്തിന് വഹിക്കാവുന്ന ചരക്കുകളുമായിട്ടാണ് വരുന്നത്. അപ്പം 2 കച്ചവടം ഒരേ സമയത്ത് നടക്കുന്നത്. ഒന്ന് ഷാമിൽ പോയി കച്ചവടം ചെയ്തിട്ട് കൊണ്ടുപോയ സാധനം വിറ്റിട്ട് കിട്ടിയ ലാഭം. ഈ വിറ്റ സാധനം അവരെ കൊണ്ടുപോയ കാശും കൊടുത്തിട്ട് വാങ്ങിയിട്ടാണ് ഈ 1000 ഒട്ടകം വഹിക്കുന്ന ചരക്കുകളുമായിട്ട് വരുന്നത്. അതിന് മക്കത്ത് കൊണ്ടുവന്നിട്ട് സൂക്കിൽ വിൽക്കുക. അപ്പോൾ രണ്ടാമത് വീണ്ടും ലാഭം. ഇപ്പോൾ തന്നെ 1 ലക്ഷത്തിൻ്റെതായിന്
ഒന്നിന് 1 എന്ന നിലക്ക് 1,00,000-ൻ്റെതാണ് അവിടെ നിന്ന് തന്നെ. ഇനി ആ 1,00,000-ൻ്റെ വിറ്റ 1,00,000-ന് 2,00,000 എന്നാവും. അപ്പോൾ 1,50,000 ദീനാറ് യുദ്ധ ഫണ്ടിക്കേണ്ടി വരും. തിരിച്ചു കൊടുക്കേണ്ടത് പണ്ടത്തെ 50,000. നോക്കിയാണെങ്കിൽ തടി അധ്വാനിക്കാതെ അരക്കാശ് മുടക്കാതെ 1,50,000 സ്വർണ്ണ നാണയത്തിൻ്റെ കൂമ്പാരം യുദ്ധ ഫണ്ടിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കച്ചവടം ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് അത് തടയണമല്ലോ. രണ്ടാമതിന് സ്വഭാവോത്സവങ്ങൾക്ക് വിവരം കിട്ടി. പക്ഷേ ആ വിവരം കിട്ടുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ തന്നെ വേറൊരു വിവരം കിട്ടിയത്. നിങ്ങൾ അങ്ങോട്ട് പോയാലും കിട്ടൂലോ അല്ലേ? എവിടെ ശരിയെ പോയിട്ട് കിട്ടിയോ? അതിനും പോലും പോയില്ലേ? ഇനി നിങ്ങൾ ബദർക്ക് പോയിട്ട് നിങ്ങൾക്കൊന്നും കിട്ടൂല. ഓല് പോവും. പക്ഷെ ഇതൊരു കാരണമായിട്ടെടുക്കാം. ഒരു ചൂണ്ടൽ പ്രയോഗം അള്ളാഹു തആല നടത്തി. അതിന് തങ്ങളല്ല, ഇത് അള്ളാഹു തആല ഒരു ചൂണ്ടൽ പ്രയോഗം നടത്തി. ഈ പേരും പറഞ്ഞിട്ട് അളയിൽ കുത്തിയിട്ട് അവിടെ അടങ്ങി നിൽക്കുന്ന ആ പോക്കിരിമാരൊക്കെ പുറത്തിറക്കി. സുഫിയാൻ്റെ കൂടെ ആരുമില്ലേ? ഓലൊന്നും കാട്ടിയിടത്തും പറ്റില്ല. അങ്ങനത്തെ ആരും അയ്യ കൂട്ടത്തിലില്ലാണ്. ഉള്ളതൊക്കെ മക്കത്താണ്ടായിനി. അബൂജഹലും മുത്തുബത്തും ഷെയ്ബത്തും റബീഅത്തും ഹജ്ജാജിൻ്റെ മക്കളാവുന്ന നബീഹും മുനബ്ബിഹും എല്ലാവരും മക്കത്ത്. അവരാരും പോന്നിട്ടില്ലല്ലോ. നേരത്തെ പറഞ്ഞ ആളെ നമ്മൾ പറഞ്ഞ അംർ ബിൻ വുദ് ഉൾപ്പെടെ 1000 ആളുകളോടൊക്കെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന് അയാൾക്ക്. പക്ഷേ അയാൾക്ക് ദൗർഭാഗ്യവശാൽ ബദർ പങ്കെടുക്കത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ആ കള വീട്ടാൻ വേണ്ടിയിട്ടാണ് പെണ്ണുങ്ങൾ കളിയാക്കിയിട്ട് ഇജ്ജ് വലിയ പേരുള്ള ആളാ, നാട്ടിലെ വലിയ പേര് കേട്ട ആൾക്കാർ പേടിക്കും ഒക്കെ പറഞ്ഞ് ഇജ്ജ് ഒരു കാര്യമുള്ളോടത്ത് എവിടെയും എന്നെ കാണാനില്ല. ഇജ്ജ് പിന്നെ എന്താ പോക്കിരിയായിട്ട് അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ്ടാണ് ഇവിടേക്ക് ഖന്തക്കൊക്കെ പോകുന്നത്. ഖന്തക്കൽ വന്ന് നോക്കുമ്പോൾ പിന്നെ വേറെ വിഷയം. ഖന്തക്കൽ വന്ന് നോക്കുമ്പോൾ അവിടെ യുദ്ധം ചെയ്യാൻ തന്നെ കഴിയുന്നില്ല. കാരണം വലിയൊരു ഖന്തക്ക് പറഞ്ഞാണ്ട് കിടക്കാൻ വയ്യ, അവിടെ നിന്ന് കിട്ടും കിടക്കാൻ വയ്യാത്ത അവിടെ. പിന്നെ ഇയാൾ ഒരു പറ്റണൊരു സ്ഥലത്ത് പോയിട്ട് ചാടിക്കടന്നിക്കുക. ഈ വിഷയത്തിന് ഭാഗമല്ല. അതുകൊണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ അബൂജഹലിനെയും കൂട്ടരും പുറത്തിറക്കാനൊരു കാരണം ഉണ്ടാക്കിയതാണ്. ഓല് ഹറമിൻ്റെ ആളുകളാണ്, കഅബ ഷരീഫിൻ്റെ ആളുകളാണ്, അള്ളാഹുവിൻ്റെ അഹ്ലുകാരാണ് എന്ന് പറഞ്ഞ് അറബി ലോകത്തെ മുഴുവനും വഴിതെറ്റിച്ച് അവരുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അവർ വിലസാണ്. അതുകൊണ്ട് ആ ബാക്കിൽ നബി തങ്ങളെ പറ്റി അറിയണോലും വിശ്വസിക്കാൻ ധൈര്യപ്പെടാത്തത്. ഖുറൈശികൾ അള്ളാഹിൻ്റെ ആൾക്കാരാ. എന്താ ഖുറൈശികളെ തകർക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്തും കൂട്ടരും ആനപ്പട വന്നപ്പോൾ അള്ളാഹ് നേരിട്ട് യുദ്ധം ചെയ്തില്ലേ? അപ്പം അള്ളാഹിൻ്റെ സ്വന്തം ആൾക്കാരാണവർ. അപ്പോൾ ഓല തെറ്റിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള നിലക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ആളുകളെ ഇങ്ങനെ വഴിവേപ്പിച്ച് ഷിർക്കിലും കുഫറിലും ബലാലത്തിലും നിത്യം നിർത്തി ഇവർ നേതാക്കന്മാരായി ഇങ്ങനെ അഭിനയിച്ച് നടക്കണം. അതൊന്ന് വേർതിരിയണം എന്ന് അല്ലാഹു തആല വേണ്ടുക വെച്ചു. എന്നിട്ട് അള്ളാഹ് നേരത്തെ നബി തങ്ങളോട് പറഞ്ഞു, വഇദ് യഅിദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫത്തൈനി അന്നഹാ ലക്കും. 2 സംഘത്തിൽപ്പെട്ട ഒന്ന് നിങ്ങൾക്ക് തരാന്നേ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. സഹാബത്ത് അറിയില്ല. സഹാബത്തിൻ്റെ അടുക്കൽ അബൂ സുഫിയാനും കൂട്ടരും തന്നെയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ണും കാതുമായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനും അറിയാം. നാലാമതൊരാൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന അറിഞ്ഞു. മുഷാവറിൻ്റെ ഷാവിറുഹും ഫിൽ അംരി എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിലും മുഷാവറ ചെയ്യുന്നത് സിദ്ദീഖിനോടും ഫാറൂഖിനോടും ഓരോടും പറഞ്ഞാണ്. ഓർക്ക് മാത്രമേ രണ്ടാമത്തെ ഒരു സൈന്യത്തെ പറ്റി അറിയൂ. അബൂജഹലും കൂട്ടരും മക്കത്തുനിന്ന് വരും, ഇവർ ഷാമിന്ന് വരും. ഷാമിന്ന് വരുന്നവർ ഒരു പാട്ടിന് പോവും. ഓരോ നിങ്ങൾക്ക് പിടിക്കാനൊന്നും കിട്ടൂല. ഈ പേരും പറഞ്ഞിട്ട് മക്കയിൽ നിന്ന് അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കൊലകൊമ്പന്മാരും ഉൾക്കൊള്ളുന്ന വലിയൊരു സൈന്യം വരുന്നുണ്ട്. അത് അൽഖത്ത് ഇലൈക്കുമുൽ മക്കത്തു അഫ്ലാദ കബ്ദിഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക, ആ മക്കയുടെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങളിലേക്ക് ഇതാ ഇട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ എല്ലാ യോഗ്യന്മാരും ഉണ്ട്. യോഗ്യനായിട്ട് എണ്ണാൻ പറ്റുന്ന ഒരു മനുഷ്യൻ പോരാതെ നിന്നതേ ആകെ നമ്മളെ അബൂലഹബ് സാഹിബ് മാത്രമേ ഉള്ളൂ. അബൂലഹബ് പോന്നിട്ടില്ല. അയാൾക്ക് ഭയങ്കര പേടിയായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫലിക്കും എന്തായാലും അത് മറ്റവർക്കും അറിയാം. എന്നാലും ഇയാൾക്കത് 100% വിശ്വാസമാണ്. അയാൾ മാത്രം പോന്നിട്ടില്ല, ബാക്കി പ്രമുഖരെല്ലാവരും പോന്ന്. അസൗകര്യങ്ങളോ ക്ഷീണമോ രോഗമോ ഉള്ളവർ പകരം കൂലിക്കാളെ വെച്ചു കൊടുത്തു. ഇയാൾ വെച്ചിടുന്ന, പക്ഷേ ശരിക്കും കൂലിക്ക് വെച്ചതല്ല. ഒരു സംഗാതി ഇയാളോടൊരു 4000 ദിർഹം കടം വാങ്ങിയിരുന്നു. അയാളെ കച്ചവടത്ത് പൊളിഞ്ഞു, 5 പൈസ ഇല്ല അയാളെ കയ്യിൽ. അപ്പോൾ എന്തായാലും കിട്ടൂല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പറഞ്ഞു, ഇജ്ജ് ഒരു കാര്യം ചെയ്യും, എനിക്ക് ഏതായാലും ഇപ്പോൾ സുഖമില്ല, അല്ലെങ്കിൽ സൗകര്യമില്ല, ഇജ്ജ് 4000 ദിർഹം തരാണ്ടല്ലോ എനിക്ക്, എനിക്ക് പകരമായിട്ട് ഇജ്ജം പോയിക്കോ, ഞാൻ കാശോട്ട് തരും വേണ്ട. ഏതായാലും കിട്ടൂല എന്ന് ഉറപ്പുള്ള കാശാണ്. അതുകൊണ്ട് ആചാര് തെങ്ങ് പറഞ്ഞു, പള്ളിക്കൊക്കെ സംഭാവന അറിഞ്ഞപ്പോൾ എൻ്റെ വക ഒരു തെങ്ങ് പറഞ്ഞു. നല്ല നമുക്ക് നന്നായല്ലോ എന്ന് ആൾക്കാരൊക്കെ കരുതി, കാരണം തെങ്ങാണല്ലോ ഉള്ളിലേക്ക് കൊടുത്ത്. ചെന്ന് നമ്പർ ഇടാൻ ചെന്ന് നോക്കുമ്പോൾ എവിടെ അറിയോ, ഇപ്പുറത്തൊരു പാലമരമുണ്ട്, അപ്പുറത്തൊരു മുളങ്കൂട്ടം ഉണ്ട്. ആ രണ്ടിൻ്റെ നടുവിൽ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ ഒരു മൊച്ചിങ്ങില്ലാത്ത ഒരു തെങ്ങ്, അയിമല നമ്പർ ഇടാൻ പറയുന്നത്. അല്ല ആചാര്യ, അയിമല അള്ളാഹ്ക്ക് കൊടുക്കല്ലേ, അയിമലാണ്ട് കായ്പിച്ചാൻ അള്ളാഹിനോട് കഴിയൂലേ? അതിന് ഇയാളെ തെങ്ങുമ്പോൾ കായ്പിച്ചാണോ അള്ളാഹ്ക്ക്? എന്നേക്ക് ഇയാളെ ആ ആചാര വളാണ് അബൂലാബ് കാട്ടിയത്. ചങ്ങായി ഏതായാലും പോണില്ല, എന്നാൽ കാശ് കൊടുത്ത് പറഞ്ഞേക്കണം, എന്തായാലും കിട്ടൂല. ഇയാളെ കയ്യിൽ 5 പൈസ ഇല്ല, പൊട്ടി പാപ്പറായി കുത്തിരിക്കുക. എന്നാൽ പിന്നെ ഏതായാലും 4000 പോയി. ആ 4000-ൻ്റെ പേര് ഞാൻ അയച്ചു എന്ന് പേരെന്നെങ്കിലും എനിക്ക് കിട്ടുമല്ലോ, അജ്ജു പോയിക്കോ പറഞ്ഞു. ബാക്കി എല്ലാ യോഗ്യന്മാരും പോകുന്ന ഈ സംഘത്തെ തരാമെന്ന് പറഞ്ഞ് അത് സഫറായിലെത്തുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ട് ചർച്ചയ്ക്ക് വെച്ചത്. സഫറായിലെത്തുമ്പോഴാണ് അങ്ങനെ ചർച്ച ചെയ്ത് അവിടെ വെച്ച് ഞാൻ ചരിത്രമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. പലരും പറഞ്ഞു, യുദ്ധത്തിനാണെങ്കിൽ നമ്മൾ ഒരുങ്ങിപ്പോരണം, നമുക്കതിന് വിരോധമൊന്നുമില്ല. പ്രത്യേകിച്ച് അൻസാരികളെ സംബന്ധിച്ച് യുദ്ധം എന്ന് പറഞ്ഞ ഒരു വിഷയമേ അല്ല. കാരണം 100 നൂറ്റാണ്ടിലധികം പരസ്പരം യുദ്ധം ചെയ്ത് ശീലമുള്ളവരാണ്. യുദ്ധത്തിൽ ഏറ്റവും അറബി ലോകത്ത് ഏറ്റവും പാരമ്പര്യമുള്ള ഒരു മദീനക്കാരാണ്. പക്ഷേ ഒരുങ്ങിപ്പോരണ്ടേ, കയ്യിൽ വാള് പോലും ഇല്ല, ഒരു പടയങ്കില്ല, പടത്തൊപ്പില്ല, പരിചയില്ല, കുതിരയില്ല, ഒട്ടകമില്ല. ആകെ 300 ചില്ലാൻ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 70 ഒട്ടകം ആകെ ഉണ്ടായിന്. 3 ആക്കൊന്ന് കണ്ടിട്ട് കഷ്ടിച്ച്, ചിലവർ 4 ആക്കൊന്ന്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ 2 തരാമെന്നുള്ളത് പറഞ്ഞിണല്ലോ. അതുകൊണ്ട് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം മതി നമുക്ക്. അബൂ ജഹലിൻ്റെ യുദ്ധസംഘം നമുക്ക് ഇപ്പോൾ തൽക്കാലം വേണ്ട. നമ്മൾക്ക് യുദ്ധത്തിന് പേടിയുള്ളതുകൊണ്ടല്ല കേട്ടോ, ഒരുങ്ങി വന്നിട്ടില്ല. പക്ഷേ അല്ലാഹു തആല ഉദ്ദേശിച്ചത് എന്താ? ഈ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് പണം കൊണ്ടോ അംഗബലം കൊണ്ടോ ആയുധശക്തി കൊണ്ടോ അല്ല, അള്ളാഹുവാണ് സഹായിക്കുന്നവൻ. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. മലക്കിറങ്ങിയാലും ഇറങ്ങിയിട്ടില്ലെങ്കിലും, ഔലിയാക്കന്മാരുടെ മദതുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്തുണ്ടെങ്കിലും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം. അതിൽ തവക്കുലാക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതാണ് പ്രധാനം. നമ്മളൊരു കാര്യത്തിനിറങ്ങുമ്പം 100% അള്ളാഹുവിൽ തവക്കുലാക്കി ഇറങ്ങിയിട്ട് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അത് ബദർക്ക് പോകുമ്പോൾ മാത്രമല്ല, അങ്ങനെ വിചാരിക്കേണ്ട. നമ്മുടെ ഏതൊരു നല്ല കാര്യത്തിനും പൂർണ്ണമായി തവക്കുലാക്കി ഇറങ്ങിയോ ഫഹുവ ഹസ്ബുഹു, അല്ലാഹു തആല വേണ്ടത് ചെയ്തു തരും. അതിന് എന്ത് വേണം അതൊക്കെ തീരുമാനിക്കാനും ചെയ്യിക്കാനും അള്ളാഹ്ക്ക് കഴിയും. തവക്കുൽ വേണം. ബദരീങ്ങൾക്കുണ്ടായിരുന്നതും അതായിരുന്നു. മറ്റൊന്ന്, നേതൃത്വത്തിനോടുള്ള അമിതമായ വിശ്വാസവും സ്നേഹവും ചോദ്യം ചെയ്യപ്പെടാത്ത അനുസരണ ബുദ്ധിയും. അതുണ്ടോ വിജയിക്കും. അതുള്ളവർക്ക് നിലനിൽക്കാൻ കഴിയൂ, അല്ലാത്തവരോട് കഴിയില്ല. നമ്മളെ വിഷയത്തിൽ നിന്ന് മാറില്ല. നമ്മൾ നോക്കിയാണ് എണ്ണം കൊണ്ട് ഇപ്പോഴും നമ്മൾ കുറച്ചേ ഉള്ളൂ, സുന്നികളെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഇസ്സത്ത് മറ്റോൽക്കില്ലല്ലോ. അത് കണ്ടമാനുണ്ട്, സാധനം എണ്ണത്തിൽ കണ്ടമാനുണ്ട്. എന്താ കാരണം? നേതൃത്വത്തെ പറ്റി മതിപ്പും ബഹുമാനവും അംഗീകാരവും ഇല്ല. ഞാൻ പറഞ്ഞപ്പോൾ 1,00,000 ആളുകളോട് എനിക്ക് വേണ്ടി നിങ്ങൾ മരിക്കണം എന്ന്
സുൽത്താനുൽ പറഞ്ഞാൽ മരിക്കാൻ തയ്യാറുള്ള വയസ്സന്മാരും കുട്ടികളും യുവാക്കളും ഉണ്ട്. ഇല്ലേ ഇല്ലേ? തീർച്ചയായും എല്ലാവരും എന്നല്ല പറയുന്നത്. അതിലുണ്ട് വാഹനമുള്ളവര്. മരിക്കാൻ പേടി, ജീവിക്കാൻ പൂതി, അതിലുള്ളവരും എല്ലാവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ എന്നാലും ലക്ഷങ്ങൾ മരിക്കാൻ തയ്യാറുള്ള നേതൃത്വത്തെ പറ്റി അത്രയും ഇഷ്ടവും സ്നേഹവും ബഹുമാനവും അംഗീകാരവും ആദരവും ഉള്ളവരുണ്ട്. ആ ഒരു ഇസ്സത്താണ് ഈ നിലനിൽക്കുന്നത്. എന്താ ഇനി മണ്ണായി കിടക്കുക. ഒരു തങ്ങൾ പാപ്പ മുന്നിൽ വന്നപ്പോൾ കുറച്ചൊക്കെ ഒരു ഇസ്സത്ത് വന്നില്ലേ? വന്ന ഇസ്സത്ത് വന്നിണെങ്കിൽ ആ തങ്ങൾ പാപ്പ മുന്നിൽ നിന്ന് കൊടുത്തിട്ടാണ്. ഇപ്പം അവസാനം വെച്ച് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ട് കൈ ഞാൻ അയക്കാൻ കിടക്കുന്ന ചവതി നിങ്ങളെടുക്കാൻ കേടുവരുത്തണ്ട. എന്നാലും നിങ്ങൾക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും പോയി. അയാൾ മുന്നിൽ വന്നപ്പോൾ കുറച്ചൊരു ഇജ്ജത്തും ഒരു 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 കണ്ണും തലയൊക്കെ എടുത്ത് കുറച്ചൊക്കെ ഒന്നൊരു മേറ്റോട്ട് ചുഖാവും തോന്നിയിരുന്നു. പക്ഷേ മൂപ്പര് ഇളകി അങ്ങോട്ടായി അവിടുന്നായി ഇങ്ങോട്ടായി ഇവിടുന്ന് മുന്നായി പണ്ട് പറയലുണ്ട്. ഇപ്പോൾ കോഴിക്കോട് കല്ലായിപ്പാൽ അക്കരെ കടന്നാൽ ഒരു ദീനും കല്ലായിക്കാരും അക്കരെ കടന്നാൽ ഒരു ദീനൊന്നും പഴയ കാലത്ത് ഇത് ഈ പുലർപ്പുണ്ടാണതിൻ്റെ കുറച്ച് മുമ്പ് അന്നതുപോലെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നേതൃത്വത്തെ പറ്റിയിട്ടുള്ള ബഹുമാനവും നേതൃത്വത്തിലുള്ള വിശ്വാസവുമാണ് ബദറിൻ്റെ പ്രത്യേകത. നേതൃത്വത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. ഉഹദിൽ സംഭവിച്ചതും അതന്നെയാണ്. എന്താ സംഭവിച്ച്? ബദറിൽ 13 ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? ഒരാൾ വൈക്കൊന്നും പോയി. അങ്ങനെ 14 ആൾ ഷഹീദായില്ലേ? ഉഹദിൽ ഒരു കുട്ടി മരിക്കാതെ പതാകവാഹകരായി 23 ആളുകൾ വധിക്കപ്പെട്ട് പതാക പിടിക്കാൻ ഒരാളില്ലാതെ ഒരു പെണ്ണ് വന്നിട്ട് പതാക എടുക്കേണ്ട അവസ്ഥ വന്നിട്ടാണ് അബൂ സുഫിയാനും കൂട്ടരും ഉഹദിൽ നിന്നിട്ട് തടിയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. ഒരൊറ്റ സഹാബിക്ക് ഒരു പരിക്ക് പോലും വെച്ചിട്ടില്ല ഇതുവരെ. ബദറിനേക്കാൾ ഇരട്ടി വിജയമായിരുന്നു. ബദറിൽ 2 ആൾ നേരത്തെ ഷഹീദായിരുന്നു യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ. അതേ സമയത്ത് ഇവർ തോറ്റ് പിന്തിരിഞ്ഞോടുന്നത് വരെ ഒരു കുട്ടി മുഅ്മിനീങ്ങളിൽ ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റൊരു കൊല്ലപ്പെട്ട് 23 എന്നല്ല, 23 ആളും പതാകവാഹകരായിരുന്നു. ആ സൈന്യത്തെ പതാക പിടിച്ചവൻ. ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അടുത്ത ആൾ, അയാൾ കൊല്ലപ്പെടുമ്പോൾ അടുത്ത ആൾ, അയാൾ കൊല്ലപ്പെടുമ്പോൾ അടുത്ത ആൾ. അരിയാരും ഹംസ റളിയല്ലാഹു അൻഹു അതിനായിട്ടുണ്ട് ഒരുങ്ങി നിൽക്കുക. കൊടി പിടിച്ച് ഒരാൾ മുന്നോട്ട് വന്നാൽ ഒന്നിരിക്കൽ ഹംസ റളിയല്ലാഹു അൻഹു ഇറങ്ങും, അല്ലെങ്കിൽ അരിയാർ ഇറങ്ങും. ഒന്നിരിക്കൽ ഹംസ റളിയല്ലാഹു അൻഹു ഇറങ്ങും, അല്ലെങ്കിൽ അരിയാർ ഇറങ്ങും. പിന്നെ കഥയൊന്നും പറയാനില്ല. കല്ലം സിദ്ധാബർ ഒറ്റ വെട്ടിയാൽ പിന്നെ ഇല്ല. അങ്ങനെ വന്ന് നേതൃത്വം ഇല്ലാതെയായി, പതാക വഹിക്കാൻ ആളില്ലാതായി. എന്നിട്ട് എന്തേ പിന്നെ സംഭവിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലയിൽ നിൽക്കുന്നവരോടൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ കുറേ ബദർ ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഇതിന് പഠിക്കണ്ടേ. 50 ആളെ മലൻ്റെ മുകളിൽ നിർത്തുമ്പം പറഞ്ഞിരുന്ന കാര്യം എന്താണെന്നറിയോ? ഞാൻ പറയാതെ അവിടെ നിന്ന് ഇറങ്ങരുത്. ഞങ്ങൾ ജയിച്ചാലും ഞങ്ങൾ പരാജയപ്പെട്ട് കൊല്ലപ്പെട്ട് ഞങ്ങളുടെ മൃതശരീരങ്ങൾ കാക്കയും കഴുകനും കൊത്തിവലിക്കുന്നത് കണ്ടാലും ഞാൻ പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത് എന്ന് കണിശമായ ഓർഡർ കൊടുത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാനും കൂട്ടരും ഒക്കെ തടിയും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് യുദ്ധക്കളം കാലിയായി ആരുമില്ല. സഹാബത്ത് അവരിട്ടേച്ച് പോയ ആയുധങ്ങളും വസ്തുക്കളും ഒക്കെ പെറുക്കി കൂട്ടുന്നു. മോളെ നിൽക്കുന്നവരിങ്ങനെ കാണുക. വെയിലത്താണിത്, ആ കുന്നിൻ്റെ മുകളിലല്ലേ നിൽക്കുന്നത്. ജബൽ റുമാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പിന്നീട് വന്ന പേരാണ്. ആ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളുകൾ നോക്കിയിട്ട് പറഞ്ഞു, എന്തിനാ നമ്മൾ വെറുതെ വെയിലും കൊണ്ട് കുന്നു വലിക്കണം? യുദ്ധം കഴിഞ്ഞു, നമ്മളെ ചങ്ങായിമാരൊക്കെ അതാ അനീമത്ത് ഒരു കൂട്ടിനെ നമ്മൾ പോയാൽ നമുക്കും കൂടി കൊടുക്കാം. അപ്പോൾ തന്നെ അവരെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനങ്ങിപ്പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ പറയാതെ ഒരൊറ്റ കുട്ടി അവിടുന്ന് മാറരുത് എന്ന് കണിശമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, അത് നമുക്കും തിരിയും, ഞങ്ങളും കേട്ടണത്. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം യുദ്ധം കയ്യോളം നിങ്ങൾ അവിടെ നിൽക്കണം എന്നാ. യുദ്ധം കഴിയുന്നത് വരെ അവിടെ നിൽക്കണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം യുദ്ധം കഴിഞ്ഞില്ല, എന്തിനാ അവിടെ നിൽക്കുന്നത്? ഞങ്ങൾ പോവുകയാണ്. കാരണം അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഞാൻ എന്തായാലും ഇല്ല, ഞാൻ പോരൂല. അങ്ങനെ 10 ആൾ മൂപ്പരുൾപ്പെടെ 10 ആളുകൾ അവിടെ നിന്നു. ബാക്കി 40 ആളുകളും താഴെ ഇറങ്ങി.
നേതൃത്വത്തോടുള്ള കൂറ് പാലിക്കുന്നോടത്ത് വ്യാഖ്യാനം വന്നു. വ്യാഖ്യാനിക്കാൻ പാടില്ല, പറഞ്ഞാതാണ് കേൾക്കുക. പറഞ്ഞാൽ എന്താപ്പം അങ്ങനെ പറയാൻ? പണ്ട് പറയപ്പറ്റ പന്തിരുവരുടെ കഥ പറയുന്നിടത്ത് പറയുന്നുണ്ട്. അപ്പം ഇവിടെ പറയാൻ പറ്റണതല്ല, എന്നാലും ആട്ടെ. പറയിപ്പണ്ണാണ് നമ്പൂരിച്ച് ആത്തോലമ്മനെക്കാട്ടിലും അനുസരണം എന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാണിച്ചു തരാം. നമ്പൂരി വിരുന്ന് വന്നപ്പം ഇയാൾ പറയിനോട് പറയാൻ പറഞ്ഞു, ഉണങ്ങാതെ നെല്ല് പുഴുങ്ങാത്ത നെല്ല് കുത്തി അരിയാക്കി അതുകൊണ്ട് ചോറ് വെച്ച് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞു. അപ്പം അരി ഉണ്ട്, അവിടെ കുത്തിവെച്ച അരി ഉണ്ട്. എന്തിനാ അപ്പം ഇവിടെ ഉള്ള അരി ഇട്ടാൽ പോരെ എന്നൊന്നും ചോദിച്ചില്ല. വേഗം പോയി കുത്തി അരിയാക്കി ചോറാക്കി ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് വെച്ചു. അടുത്ത് കുപ്പയെ കണ്ടെറിഞ്ഞാണ് അറിഞ്ഞു. മനസ്സിലായില്ല? കുപ്പയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്ത്. നമ്മൾ മലപ്പുറത്തേക്ക് തിരി, അല്ലാത്തവർക്ക് തിരിയില്ല. കുപ്പയെ കണ്ടെറിഞ്ഞാൾ അറിഞ്ഞു. ഒന്നും പറഞ്ഞില്ല, നേരെ എടുത്തിട്ട് എന്തായി, ആ ചോറ് അങ്ങനെ കൊണ്ടുപോയി. ഇപ്പൊ കണ്ടമ്പുരാനെ ചോദിച്ചു. കണ്ടു പറഞ്ഞു. പിന്നെ അമ്പൂരിൻ്റെ അടക്കി ഇരുന്നു പോയി. ആത്തോലമ്മൻ്റെ അടുത്ത് കുറച്ച് നെല്ലെടുത്തിട്ട് ഉണക്കി, പുങ്ങാതെ ഉണക്കി കുത്തി അരിയാക്കി ചോറ് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ആത്തോലമ്മ പറഞ്ഞു, ഇവിടെ അരി ഇഷ്ടം പോലെ ഉണ്ടാക്കി, ചോറ് ആണെങ്കിൽ അയച്ചു തരാം. ചോറ് വേണമെങ്കിൽ അയച്ചുതരാം, അരി ഇവിടെ ഉണ്ട്. ഇപ്പം നെല്ല് കുത്താനൊന്നും കഴിയൂല. വേണമെങ്കിൽ ഒന്നേ എന്നാ അതുകൊണ്ട് വെച്ചോ പറഞ്ഞു. അതുകൊണ്ട് വെച്ച് ചോറുണ്ടെന്ന് കൊടുത്തപ്പോൾ എന്ത് പറഞ്ഞു? അതുകൊണ്ട് കുപ്പയെ കണ്ടോളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നോളില്ലെങ്കിൽ ഇവിടെ ആവശ്യമുണ്ട് ഒരിക്കാൻ കൊണ്ടു കൊടുത്തോളാം. സമ്മതിച്ചു നമ്പൂരി സമ്മതിച്ചു. ഇങ്ങനെയൊക്കെ കുത്തിണ്ടാക്കിയ ചോറ് കുപ്പയെ കണ്ടാൻ പറഞ്ഞപ്പോൾ പോയി കുപ്പയെ കണ്ടില്ല. എന്തിനാണെന്ന് ചോദിച്ചില്ലല്ലോ. അതാണ് അനുസരണം. മറ്റുള്ളവരോട് കുത്താൻ പറഞ്ഞപ്പോൾ ഇവിടെ അരി ഇവിടെ ഉണ്ട്, ഇനി കുത്തേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞു. ഉള്ള അരി കൊണ്ട് ചോറ് വെച്ചുകൊണ്ട് വന്നപ്പോഴോ കുപ്പയ്ക്ക് ഇടാൻ പറഞ്ഞപ്പോൾ ഇവിടെ തിന്നാൻ ആളുണ്ട് പറഞ്ഞു. ഇതാണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനത്തെ ഒരു നേതാവ് ആക്കിയാൽ മതിയേ. കവറിന് കനത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയണവരെ നേതാവാക്കണ്ട. അപ്പൊ ഈ നേതൃത്വത്തിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നത് ബദറിൽ കണ്ടത് അതാണ് അത്ഭുതകരമായ വിജയത്തിൻ്റെ രഹസ്യം. ഉഹദിൽ ആരും സഹാബാക്കളാരും നബി തങ്ങളെ ധിക്കരിക്കുന്നവരില്ല, അനുസരണക്കേട് കാട്ടുന്നവരുമില്ല. പക്ഷെ വ്യാഖ്യാനിച്ചു. നസ്സുള്ളോടത്ത് തെവീല് പാടില്ല എന്നാ. നസ്സുള്ളോടത്ത് തെവീല് പാടില്ല. ഇത്യാദ് ചെയ്യാൻ പറ്റൂലല്ലോ. ഇജ്തിഹാദ് ചെയ്യണമെങ്കിൽ ലാഹിർമലെ ഇത്യാദ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഉസൂലിൻ്റെ ബോധ്യങ്ങൾക്ക് ലാഹിർമലെ ഇജ്തിഹാദ് ചെയ്യാൻ പറ്റുള്ളൂ, നസ്സുമലെ ഇത്യാദ് ചെയ്യാൻ പറ്റൂല. ഇവിടെ നസ്സുണ്ട്, നസ്സുള്ളോടത്ത് ഒരു ഇജ്തിഹാദ് ചെയ്തു, അത് മാസിയത്താണ്. നസ്സുള്ളോടത്ത് ഇജ്തിഹാദ് ചെയ്യുക എന്ന് പറയുന്ന ഖാത്ത് അല്ല, മാസിയത്താണ്. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ നേതൃത്വത്തിനോടുള്ള മതിപ്പും നേതൃത്വത്തിനോടുള്ള അനുസരണയും അതാണ് ഖിയാമത്ത് നാൾ വരെയുള്ള വിജയത്തിൻ്റെ നിദാനം. മറ്റൊന്ന്, പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുലാക്കി ആഖിറം മാത്രം ലക്ഷ്യം വെച്ച്. ഉഹദിൽ അള്ളാഹു തആല പറഞ്ഞ് സഹാബാക്കളെ അത്ഭുതപ്പെടാൻ നമ്മളിപ്പോൾ ആദ്യം കേൾക്കുക അങ്ങനെ ഒരു സംഭവം. മിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദുൽ ആഖിറ സുമ്മ സറഫകും അൻഹും. നിങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവ് ലക്ഷ്യം വെച്ച ചിലരുണ്ടായിരുന്നു, ചില ആളുകൾ ആഖിറം ലക്ഷ്യം വെച്ചവരുമുണ്ടായിരുന്നു. സഹാബത്ത് പറയാ, പടച്ചോനെ നമ്മളെ കൂട്ടത്തിൽ ദുനിയാവ് ലക്ഷ്യം വെച്ചവരുണ്ടായിരുന്നു എന്നുള്ളത് അള്ള പറഞ്ഞപ്പോൾ കേട്ടു എന്നല്ലാതെ നമുക്കറിയില്ല. ഏതായാലും അള്ള പറഞ്ഞ കളവാവൂലല്ലോ. അപ്പം എന്താ ഈ ഗനീമത്തെടുക്കാൻ പോകുന്നതിനെ പറ്റിയാ പറഞ്ഞത്. ഗനീമത്തെടുക്കാൻ വേണ്ടി ഓർക്ക് സ്വന്തത്തിനല്ല, ഗനീമത്തെടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനക്കാട്ടിലും ഗനീമത്തെടുക്കാൻ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പോരുക എന്ന് പറയുന്ന ദുനിയാവ് ലക്ഷ്യം വരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം എന്ന ലക്ഷ്യത്തിൽ ദുനിയാവിൻ്റെ ലക്ഷ്യം കടന്നു കയറിയപ്പോൾ അതിനുള്ള റിയാക്ഷൻ എന്ന നിലക്കൊരു തിരിച്ചടിയാണ്
ഉഹദിൽ ചെറിയൊരു പാഠമായിട്ട് അള്ളാഹുവിന് കൊടുത്തത്. ഖിയാമത്ത് നാൾ വരെയുള്ളൂ, ഓൽക്കല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള. പക്ഷേ ഉഹദിലൊരുപാട് നല്ല പാഠങ്ങളുണ്ട്. അതിപ്പോൾ നമ്മളെപ്പോഴത്തെ വിഷയമല്ല. ഏതായാലും ആട്ടെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും 13 ആളുകൾ നിരായുധരായ, വാഹനമില്ലാത്ത, ആയുധമില്ലാത്ത, ചുത്തടക്കാൻ വഴിയില്ലാത്ത, നബി തങ്ങൾ തന്നെ ദുആ ചെയ്തതല്ലേ, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫശ്ബിഉ, പടച്ചവനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാതെ പട്ടിണി കിടക്കുന്നവരാണ് എൻ്റെ കൂടെ വന്ന്, അവർക്ക് നീ വിശപ്പടക്കി കൊടുക്കണം. ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും, പടച്ചോനെ വസ്ത്രം വാങ്ങി ധരിക്കാൻ കഴിവില്ലാത്ത പാവങ്ങളാണ്, നീ അവർക്ക് വസ്ത്രം കൊടുക്കണം. ഇന്നഹും ആലത്തുൻ, പടച്ചോനെ അവർ ദരിദ്രന്മാരാണ്, പരമദരിദ്രരാണ്, അവരെ നീ സംരക്ഷിക്കണമേ. ഈ ദുആ പോയ ബദരീങ്ങളിൽപ്പെട്ട എല്ലാവർക്കും വസ്ത്രത്തിന് വസ്ത്രം, ഭക്ഷണത്തിന് ഭക്ഷണം. അങ്ങോട്ട് പോകുമ്പോൾ 4 ആളും 3 ആളും മാറി മാറി കയറി ഒട്ടകത്തിന് പകരം ഇന്ന് 1ഉം 2ഉം ഒട്ടകങ്ങൾ ഓരോരുത്തർക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ സമർപ്പണം നടത്തി ആഖിറത്തിൻ്റെ നേട്ടം മാത്രം നിയ്യത്ത് വെച്ച് നേതൃത്വത്തെ അനുസരിച്ച് സേവനം ചെയ്യാൻ തയ്യാറുണ്ടോ, അവർക്ക് ദുനിയാവിൽ തന്നെ അല്ലാഹു തആല കൈ നിറയെ കൊടുക്കും. അതുകൊണ്ട് ആഖിറത്തിൽ യാതൊരു കുറവും വരുത്തുകയില്ല. അതാണ് ബദർ തരുന്ന ഒന്നാമത്തെ മറ്റൊരു പാഠം. ഈ പാഠം നമ്മുടെ സംഘടനാ രംഗത്തും നമ്മുടെ പ്രവർത്തന മേഖലകളിലും നമ്മൾ സജീവമായി കൊണ്ടുനടക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ബദരീങ്ങളെ ഇങ്ങനെയൊന്നും അനുസ്മരിച്ചാൽ പോരാ. നാളെ ഒരു ദിവസം ഒന്നായിട്ട് അനുസ്മരിച്ചു, അതും പോരാ. പകരം കുറേശ്ശായിട്ട് പഠിച്ച് നമ്മുടെ ആത്മവിശ്വാസത്തിലെങ്കിലും അവരെ പറ്റിയിട്ടുള്ളൊരു സ്നേഹവും ബഹുമാനവും മതിപ്പും വന്ന് ആ ഒരു വഴിയോടുള്ള മഹബത്ത് നമ്മുടെ കൽബിലുണ്ടായി ഈമാൻ വെളിച്ചം വെച്ച് ആഖിറൻ രക്ഷപ്പെടാൻ ഈ ബദരീങ്ങളെയും മുഹദീങ്ങളെയും മറ്റ് സഹാബാക്കളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെയും അനുസ്മരിക്കുന്നതിലൂടെ അല്ലാഹു തആല നമുക്ക് നൂറ് തരും. ആ നൂറിനുള്ള കാരണമായി ഈ അനുസ്മരണങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നമ്മുടെ ഈമാൻ്റെ നൂറ് പ്രകാശിക്കാനും ആഖിറം വിജയിക്കാനും സബബായി അല്ലാഹു തആല നമ്മൾ ഇന്നിട്ട് കബൂലാക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.